So today we are going to discuss on the topic set-off of losses. So first we can see what is set-off of losses. ഷോർട്ടായ ഒരു നോട്ട് ഞാൻ ഈ ഒരു പോർഷനിൽ ഷെയർ ചെയ്യും. അതേഴ്സ് യു ക്യാൻ റൈറ്റ് ഡൗൺ ആസ് ലെക്ചർ നോട്ട്സ്. സോ സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം യു ആർ setting off the losses against income of the same year. അതായത് ഈ വർഷത്തെ ലോസ് ഈ വർഷത്തെ ഇൻകത്തിനെതിരെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്നു. ലോസസ് ഓഫ് സെയിം ഇയർ, ഒരേ വർഷം ഹാപ്പൻ ചെയ്ത അല്ലെങ്കിൽ ഇൻകർ ചെയ്ത ലോസിനെ ആ വർഷത്തെ ഇൻകത്തിൽ നിന്നും സെയിം ഇയറിലെ ഇൻകത്തിൽ നിന്നും നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം സെറ്റ് ഓഫ്. When there is no sufficient income, അതായത് ഈ വർഷത്തെ ലോസിന് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ അസസ്മെന്റ് ഇയറിൽ വെൻ യു ആർ അസസിങ് ദി ഇൻകം ഓഫ് എ പേഴ്സൺ, if you feel that there is no sufficient income to set off the loss set off ചെയ്യാൻ ഇൻകം ഇല്ല എന്ന് തോന്നിയാൽ we will carry forward it to the subsequent years. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what we does is carry forward എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what we does is we will deduct the loss in the subsequent years. അത് എത്ര വർഷമാണ് അങ്ങനെ നമുക്ക് ഡിഡക്ട് മീൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ we will see when we discuss the head carry forward. So let me repeat once again. Set of losses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are setting off losses against income of the same year. ഒരു വർഷത്തെ തന്നെ ഇൻകത്തിൽ നിന്നും ആ വർഷത്തെ ലോസ് ഡിഡക്ട് ചെയ്ത് മാറ്റുന്ന പ്രോസസ്സിനെയാണ് we call it by the name set off of losses. Whereas carry forward in the sense that we will make the process or we will do this in subsequent years. ഇനി സബ്സിക്വന്റ് ഇയേഴ്സിലായിരിക്കും നമ്മളത് ചെയ്യുന്നത്. Carry forward we will discuss as a separate topic later. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന or I am trying to explain only the set off of losses. So set off of losses can be basically classified into two topics. അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ you will set off the loss against the income from same head. Second thing is you will be setting off losses against income from other head.
In the first situation, എന്ന് വെച്ചാൽ ഒരു ഹെഡിലുള്ള ലോസിനെ, that is the loss incurred in under one head will be set off against the income under the same head. For example, capital loss. ഷോർട്ട് ടേം ആയിക്കോട്ടെ ലോങ് ടേം ആയിക്കോട്ടെ, അതൊക്കെ ഡീറ്റെയിൽഡ് പറയും. ക്യാപിറ്റൽ ലോസ് വന്നു എന്ന് വെച്ചാൽ വെൻ യു ട്രൈ ടു സെൽ എ ക്യാപിറ്റൽ അസറ്റ്, ഇറ്റ് റിസൾട്ടഡ് ഇൻ എ ലോസ്. അപ്പോൾ അതെങ്ങനെ, ഹൗ വിൽ യു സെറ്റ് ഓഫ്? ഇഫ് യു ക്യാൻ സെറ്റ് ഓഫ് വിത്ത് ദി ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ വഴി നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇയറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹെഡിൽ വരുന്ന ലോസിനെ അതേ ഹെഡിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ലോസസ് ചെയ്യുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ അസസിക്ക് 2 ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ബിൽഡിംഗ് എ എന്ന് പറയുന്ന ബിൽഡിംഗ് സെൽ ചെയ്തപ്പോൾ ഹി ഏൺ ഇൻകം, ഓർ ആൻ ഇൻകം ഇസ് ഏൺഡ്, ഒരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടി 10,000. പക്ഷെ ബിൽഡിംഗ് ബി സെൽ ചെയ്തപ്പോൾ ഹി ഇൻകർഡ് എ ലോസ് 15,000. അപ്പോൾ അസസി ക്യാൻ സെറ്റ് ഓഫ് ദി ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോസ് ആണ് ഈ സിറ്റുവേഷനിൽ കൂടുതൽ, ഗെയിന് 10,000ഉം ലോസ് 15ഉം ആയി. അപ്പോൾ ബി എന്ന് പറയുന്ന ബിൽഡിങ്ങിലെ ലോസിനെ എയുടെ ഇൻകം ആയിട്ട് അല്ലെങ്കിൽ എയുടെ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുക. ബാലൻസ് എന്താണോ ഉള്ളത്, ദാറ്റ് വിൽ ബി ക്യാരി ഫോർവേഡ്. ഓർ ഇഫ് ദി പ്രൊവിഷൻ അതർ ഹെഡിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ we will set off with other. എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യുക, ഒരു ഹെഡിനകത്ത് തന്നെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സോ, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ we will go for setting off with the other head. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കിയാൽ, ഇപ്പം ഞാൻ ഇത് രണ്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. So in the first situation, that is set off against same head. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, that is the things you should keep in mind while you are setting off under same head. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നോക്കേണ്ട ഒരു കാര്യം, ലോസ് ഓഫ് സ്പെക്യുലേഷൻ ബിസിനസ്. ലോസ് ഓഫ് സ്പെക്യുലേഷൻ ബിസിനസ്, അതായത് സ്പെക്യുലേഷൻ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് ഇൻകർ ചെയ്താൽ it can be set off against only from the income from speculation business. ആ പെർട്ടിക്കുലർ നേച്ചർ ഓഫ് സ്പെക്യുലേഷൻ ബിസിനസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്യുലേഷൻ ബിസിനസ്സിനെ സംബന്ധിച്ച് ആ ഹെഡിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദർ ഇസ് നോ സഫിഷ്യൻറ്റ് ഇൻകം, ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ്. അത് ക്യാരി ഫോർവേഡിന്റെ പ്രൊവിഷൻ പറയുമ്പോൾ പറയാം, അപ്പം ഞാൻ സെറ്റ് ഓഫ് മാത്രം പറയാം. അപ്പൊ സ്പെക്യുലേഷൻ ബിസിനസ്സിന് സ്പെക്യുലേഷൻ ബിസിനസ്സിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യു കാൺ സെറ്റ് ഓഫ് ഇറ്റ് വിത്ത് അതർ ഹെഡ്സ്. അടുത്ത കാര്യം, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം പഠിച്ചാൽ തന്നെ യു വിൽ ബി ഏബിൾ ടു സ്റ്റഡി ദ ടോപ്പിക് സെറ്റ് ഓഫ്. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം, അനദർ ടൈപ്പ് ഓഫ് ബിസിനസ്സസ് സ്പെസിഫൈഡ് ബിസിനസ്. ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. So the loss of specified business can be set off against only from income from specified business. Income from specified business.
Then very important, long term capital loss. Loss can be set off only from long term capital gain. Whereas short term capital loss short-term capital loss. Short-term capital loss can be set off against either STCG ആയാലും മതി or it can be LTCG. Short-term capital loss. You can set off against long term ആയാലും കുഴപ്പമില്ല, ഷോർട്ട് ടേം ആയാലും കുഴപ്പമില്ല, ഏത് ഗെയിനിലും നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ റിമെമ്പർ ദാറ്റ് യു കാൺ സെറ്റ് ഓഫ് ഇറ്റ് എഗെയിൻസ്റ്റ് അതർ ഹെഡ്. വേറെ ഒന്നിലും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്ന കേസ് എല്ലാം ആ പെർട്ടിക്കുലർ സ്പെസിഫൈഡ് ഹെഡിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. യു കാൺ സെറ്റ് ഓഫ് ഇറ്റ് എഗെയിൻസ്റ്റ് അതർ ഹെഡ്സ്. സെയിം ഹെഡിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, loss from illegal business. Loss from illegal business. ഇൻകം ടാക്സിനെ സംബന്ധിച്ച് ഇഫ് ഇറ്റ് ഈസ് എൻ ഇൻകം, അത് ലോഫുൾ ആണോ ഇല്ലീഗൽ ആണോ അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഇഫ് ആൻ ഇൻകം ഈസ് ഏൺഡ് അത് പെർവ്യൂവിൽ വന്നിരിക്കും, ടാക്സബിലിറ്റി മാറ്ററിൽ വന്നിരിക്കും. ഇൻകം എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഒരു ഇൻകത്തിൻ്റെ ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറ്റ് ദ ബിഗിനിങ് നിങ്ങളുടെ കഴിഞ്ഞ സെമ്മിൽ യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ്. അപ്പോൾ ഇൻകം എന്ന് പറയുന്ന ഡെഫിനിഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പുട്ട് അണ്ടർ ദാറ്റ് ഹെഡ്. അപ്പോൾ ലോഫുൾ ആണോ അല്ലേ എന്നുള്ളത് ഇൻകം ടാക്സിനെ സംബന്ധിച്ച് ഇറ്റ്സ് നോട്ട് എ മാറ്റർ. അപ്പോൾ ഇല്ലീഗൽ ബിസിനസ്സിൽ ലോസ് ഉണ്ടായാൽ, ബിഫോർ ദാറ്റ് വൺ മോർ പോയിന്റ് ടു ആഡ്, അതുകൂടെ പറഞ്ഞിട്ട് ഐ വിൽ ഗോ ടു ദി ഇല്ലീഗൽ ബിസിനസ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോസ് അറൈസിങ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് horse races. That is, I am simply writing it as loss from horse races. So loss from horse races വരുമ്പോൾ it can be set off against only from the income from horse races. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഫ്രം എ എക്സംപ്റ്റഡ് സോഴ്സ് ഓഫ് ഇൻകം. അതായത് ലോസ് ഫ്രം എക്സംപ്റ്റഡ് സോഴ്സ് ഓഫ് ഇൻകം. എക്സംപ്റ്റഡ് ആയ ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഹെഡിൽ ദർ ഇസ് എ ലോസ്. If there is any loss from an exempted source of income, you should not set off ചെയ്യാൻ പാടില്ല against a taxable income. ഒരു ടാക്സബിൾ ഇൻകത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. And the next thing, loss from illegal business. Loss from illegal business ഒരിക്കലും ഒരു ലോഫുൾ ബിസിനസ്സിൽ നിന്ന്, ദാറ്റ് ഈസ് വൺ വിച്ച് ഇസ് ഡൺ ലീഗലി, അതിൽ നിന്ന് കിട്ടുന്ന
ഇൻകത്തിന് എഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. So these are the things when you are making the set off against the same head മനസ്സിലാക്കേണ്ട കാര്യം. Then moving to the next subdivision, that is set off against income from another head. In that particular situation, അതായത് for example, you have a loss under the head house property. House property എന്ന് പറയുന്ന ഹെഡിൽ you are having a loss. അപ്പോൾ there is no sufficient income. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ വേറെ ഇൻകം ഇല്ല, ഉണ്ടായിരുന്നു, അത് മാക്സിമം നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്ത് ഇനി വീണ്ടും റിമൈനിങ് ലോസ് ഉണ്ട്. that amounts to 2 lakh എന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ we can set off the loss against the income from another head. But provided you have to keep in mind certain points when you are making the set off between the heads. ഹെഡുകൾ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. The first and the foremost thing മനസ്സിലാക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻകം ഫ്രം സാലറി. ഞാൻ ആ 5 ഹെഡ് ആ ഓർഡറിൽ പറഞ്ഞു പോവുകയാണ്. ഇൻകം ഫ്രം സാലറി ഹെഡില് അല്ലെങ്കിൽ ആ ഹെഡില് you can set off only the loss from house property, and the loss should be up to 2 lakh. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ 2 lakh എഴുതുവാണ്. സോ 2 ലക്ഷം രൂപ വരെയുള്ള ലോസ് you can set off. No other set off or ലോസ് സാലറി ഹെഡിൽ വേറെ ഒന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാലറി ഹെഡിന്റെ ലോസ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പ്രൊവൈഡഡ് അത്രത്തോളം എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ലോസ് വരാൻ ചാൻസ് ഉള്ളൂ. ലോസ് വരത്തില്ല, ഹെഡ് അങ്ങനത്തെ ഒരു ഹെഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് അതും 2 ലക്ഷം രൂപ വരെ, അതായത് മാക്സിമം 2 lakh വരെ കുറയ്ക്കാവും എന്നാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് കൊടുക്കുന്ന പ്രൊവിഷനെ ഇല്ലീഗലി യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നുവെച്ചാൽ എല്ലാ അസസിക്കും മോസ്റ്റ് കോമൺലി എംപ്ലോയിഡ് ആയിട്ടുള്ള അസസിക്ക് കോമൺലി വരുന്ന ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻകം ആണ് സാലറി. അപ്പൊ ഇഫ് വി ആർ ഗിവിംഗ് പ്രൊവിഷൻ ഫോർ സെറ്റ് ഓഫ് അതർ ലോസസ് ആൻഡ് ഓൾ, ടാക്സബിലിറ്റിക്ക് പ്രൊവിഷൻ കാണത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് തിങ് ഇസ് അടുത്ത ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി you can set off the income from that head. പ്രൊവൈഡഡ് ആ ഹെഡിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ലോസ് മീറ്റ് ചെയ്യുക. അത് ഹെഡ്സ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ഹെഡ് ഇസ്, ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ, ലോങ് ടേം. ബിഫോർ ദാറ്റ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. Profits and gains of business and profession. Profits and gains of business and professionൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, any loss from a discontinued business. ആ ഹെഡിലുള്ളത് ഉറപ്പായിട്ടും എടുക്കാം ഓരോ ബിസിനസ്സിന്. അതായത് നമ്മൾ പറഞ്ഞു സ്പെക്കുലേഷൻ ബിസിനസിന്റെ ഇൻകത്തില്, സ്പെസിഫൈഡ് ബിസിനസ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും. സ്പെസിഫൈഡ് ബിസിനസിന്റെ ഇതില്
ഇല്ലീഗൽ ബിസിനസ് ആണെങ്കിൽ ഒരിക്കലും ലോഫുൾ ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ല, അത് മനസ്സിൽ വെക്കുക. പിന്നെ ഒരു ബിസിനസ് തന്നെ മീൻസ് ബിറ്റ്വീൻ ദി ബിസിനസ് യു ക്യാൻ സെറ്റ് അപ്പ് പ്രൊവൈഡഡ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ് ഈ 3 കാര്യങ്ങൾ. ദാറ്റ് ഈസ് സ്പെക്യുലേഷൻ ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ്, ഇല്ലീഗൽ ബിസിനസ്. ഈ 3 കാര്യങ്ങൾ ആ പറഞ്ഞ റൂൾ അതുപോലെ ഫോളോ ചെയ്യുക. അല്ലാത്ത ബിസിനസ്സിന് ബിറ്റ്വീൻ സെറ്റ് ഓഫ് പറ്റും. അത് കൂടാതെ ഇഫ് എനി ബിസിനസ് ഇസ് ഡിസ്കണ്ടിന്യൂഡ്, ആ ബിസിനസിന്റെ ലോസ് ഫ്രം എ discontinued business can be set off against income from other businesses നിന്നുള്ള കുറയ്ക്കണം. പിന്നെ നെക്സ്റ്റ് തിങ്, അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഇസ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഞാൻ അത് ഡിവൈഡ് ചെയ്ത് പറയുന്നു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ യു ക്യാൻ സെറ്റ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. The next thing is short-term capital gain. Short-term capital loss. Short-term capital gain il ninnu set off cheyan pattuna short-term capital loss ആണ്. Then very important related to the head income from other source. ഏറ്റവും കൂടുതൽ ക്യാഷ്വൽ ഇൻകംസ് വരുന്നതാണ്. യു കാൺ സെറ്റ് ഓഫ് എനി അതർ ഇൻകം വിത്ത് ദി ക്യാഷ്വൽ ഇൻകം. നോ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ക്യാഷ്വൽ ഇൻകംസ്. No set off against casual income. That is, set off of loss is not allowed against the casual income, like winning from lottery, crossword puzzles, gambling, card games or other games. So why we are giving this much importance for set off of losses? കാരണം in order to know the taxability, ഒരു പേഴ്സൺ ഒരു അസസിയുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്നും ടാക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ we are supposed to make the set off. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can ask me. മാം ഹലോ, ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാകുന്ന ലോസ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഹെഡ് അത് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ കേട്ടില്ലായിരുന്നു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ സംബന്ധിച്ച് മോസ്റ്റ് കേസസ്, കാരണം ഇൻകം ഫ്രം സാലറി വി വോണ്ട് ഹാവ് എനി അതർ കൈൻഡ് ഓഫ് ലോസസ്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ബിസിനസ് ആൻഡ് പ്രൊഫഷനെ നമ്മൾ പറഞ്ഞു ഈ ക്ലോസസ് ഒക്കെ വെച്ച് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് ലോസസ് പറഞ്ഞു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസ് വരുമ്പോഴത്തേക്കും ഇഫ് ദർ ഇസ് എനി റിമൈനിങ് യു ക്യാൻ ഡു, അതർവൈസ് നമ്മൾ വേറെ ഹെഡിലെ ചെയ്യത്തില്ല. ഓക്കെ. If it is clear, we can go to the topic that is order of set off. ഞാൻ ചെറിയൊരു നോട്ട് തരാം ഈ ടോപ്പിക്കിന്റെ, വളരെ ഷോർട്ട് ആയ ഒരു സംഭവം. ബട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആസ് വെൻ ഐ ഡിസ്കസ് യു ക്യാൻ റൈറ്റ് ഡൗൺ. പിന്നെ ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആസ് വി സെഡ് ഹിയർ, ഇവിടെ പറഞ്ഞ പോലെ ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള 2 ലക്ഷം രൂപ വരെയുള്ള ലോസ് നമുക്ക് ഇൻകം ഫ്രം സാലറിന്ന് ചെയ്യാം. മീൻസ് വി വിൽ ബി ഏബിൾ ടു സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് എന്താണ് ഇൻകം ഫ്രം സാലറി, ഏത് ഹെഡ് തന്നെ ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദി ഹെഡ്, യു ക്യാൻ ഡിഡക്ട് ദി ലോസ് ഓൺലി അപ് ടു 2 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാവുന്ന ലോസ് യു ക്യാൻ ഡിഡക്ട് ഇറ്റ് ഫ്രം ഓർ സെറ്റ് ഓഫ് ഇറ്റ് ഫ്രം അതർ heads only up to 2 lakh. Loss exceeding 2 lakh cannot be set off against other head, but it can be carried forward. Very important. Loss അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹെഡ്. ഞാൻ എക്സീഡിങ്ങിന് ഷോർട്ടായിട്ട് എഴുതുകയാണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ 2 lakh. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2 lakh. യു കുഡ് നോട്ട് സെറ്റ് ഓഫ്, ചെയ്യാൻ പറ്റില്ല വിത്ത് ദി അതർ ഹെഡ്സ്. other heads set off your money, but you are eligible to carry forward ചെയ്യാൻ പറ്റും. ദെൻ പിന്നീട് ഇതുപോലെ മനസ്സിലാക്കേണ്ട വേറൊരു കേസാണ് ലോസ് ഫ്രം എ subsidiary company, wholly owned subsidiary company. Loss from wholly owned subsidiary. If there is any, that is 100% subsidiary ആയിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ലോസ്, it could not be set off against ആരുടെ, the income from holding company. ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻകത്തിന് അഗെയിൻസ്റ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. There is order of set off. ഈ order of set off നോക്കുന്നത് when there is depreciation, capital expenditure, അതെല്ലാം ക്യാരി ഫോർവേഡിന്റെ കൂടെ വരുന്ന സിറ്റുവേഷനിലാണ് ലോസസ് നമ്മൾ പറയുന്നത്. മീൻസ് അതിന്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്ക് ആ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓർഡറിന്റെ ഇമ്പോർട്ടൻസ് പറയാം. So this is about the set off of losses. ഇനി ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ യു ടേക്ക് ദ കേസ് ഓഫ്, അതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് പറയേണ്ട ലോസ് ഓഫ് AOP ഓർ BOI. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കേസിൽ, in that case AOP ആയാലും BOI ആയാലും
they can't make a intra-head or inter-head. Intra-head ആയാലും inter-head ആയാലും they can't make a set-off. അതായത് സെയിം ഹെഡിലായാലും between the headsലായാലും they can't make a set-off. Okay, set-off is not possible. Intra-head ആയാലും inter-head ആയാലും set-off is not possible. And it could not be apportioned. എന്നാൽ ആ ലോസ് ആർക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാനും പറ്റില്ല? among the members they can't share the losses. അപ്പോൾ മെമ്പേഴ്സിനും ഷെയർ ചെയ്യാൻ പറ്റില്ല. മെമ്പേഴ്സിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. So moving to the portion that is carry forward of losses. Carry forward la full provision ഞാൻ പറയുന്നില്ല. I am just only giving you the crux idea. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. In the case of carry forward, നമുക്ക് ഇപ്പോൾ പറഞ്ഞ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ when you could not set off the losses fully during the previous year against the income earned, so എത്രയാണോ loss amount, that will be carry forward against the income of the succeeding year. ഇനി വരാൻ പോകുന്ന ഇയറിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കും. But there are some limits for that. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ first thing, loss from house property. നമ്മൾ അപ്പോഴേ പറഞ്ഞില്ലേ 2 ലക്ഷം വരെ നമുക്ക് സെറ്റ് ഓഫ് പെർമിറ്റഡ് ഉള്ളൂ അതർ ഹെഡിൽ നിന്ന് കേട്ടോ. ഇഫ് 2 lakh വരെ അല്ല ലോസ് അതിൽ കൂടുതലുണ്ടെങ്കിൽ യു ക്യാൻ ക്യാരി ഫോർവേഡ് ഇറ്റ് ഫോർ 8 years. സെക്കൻഡ് വൺ, അതായത് നമ്മളൊരു ലിമിറ്റഡ് കേസസ് ആയിട്ട് പറഞ്ഞില്ല, അതാണ് ആദ്യം പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെത് സ്പെക്കുലേഷൻ ബിസിനസ്സിനെ എടുക്കാവൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ്, അങ്ങനെ ലിമിറ്റഡ് ആയിട്ട് വരുന്നതിനാണ് കൂടുതലായിട്ട് ആ ഹെഡിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ വി വിൽ ബി ഫോഴ്സ്ഡ് ടു ക്യാരി ഫോർവേഡ് ഇറ്റ് ഫോർ ഫ്യൂച്ചർ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഹെഡ്സിൽ ചെയ്യാൻ പറ്റുന്നതിന് ക്യാരി ഫോർവേഡിന്റെ ആവശ്യകത തന്നെ കുറവായിരിക്കും. ഇനി ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്, ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. ഈ സ്പെക്കുലേഷൻ ബിസിനസിന്റെ ലോസ് എന്ന് പറയുന്നത് ദാറ്റ് യു ക്യാൻ ക്യാരി ഫോർവേഡ് ഇറ്റ് ഫോർ 4 years. Loss from non-speculation business. Non-speculation business. That can also be carry forwarded for 8 years. Then short-term capital loss or long-term capital loss. അത് ഏത് തന്നെ ആയാലും ഒരേപോലെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരുമിച്ച് പറയുന്നത്. And it can also be carry forward for 8 years. Then the last thing, loss from horse race. Short ആയിട്ട് പറയാ, it is loss from owning and maintaining horse races ആണ്. So ഹോഴ്സ് റേസിൽ നിന്ന് എന്തെങ്കിലും ലോസ് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതും എത്ര ഇയറിലേക്ക് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം? 4 years. അപ്പോൾ പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് 2 കാര്യങ്ങൾ 4 വർഷം വരുള്ളൂ എന്ന് മനസ്സിലാക്കിയാലും മതിയാവും. വൺ ഇസ് സ്പെക്യുലേഷൻ ബിസിനസ്, രണ്ടാമത്തത് ഹോഴ്സ് റേസിംഗ് വരുന്ന ലോസ്. ഈ 2 ലോസ് മാത്രം 4 വർഷം. ബാക്കി ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ലോസ് ഫ്രം നോൺ സ്പെക്യുലേഷൻ ബിസിനസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ്, അതെല്ലാം 8 years. Any other loss, that is any loss other than mentioned here, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്ത അല്ലാത്ത ഒരു ലോസും യു കാൺ ക്യാരി ഫോർവേഡ് ഓർ സെറ്റ് ഓഫ് ഇൻ ദി ഫ്യൂച്ചർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ചെയ്ത് റിമൈനിങ് ആയിരിക്കുന്നതിന് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രൊവിഷൻ ഇല്ല. അപ്പൊ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഇത്ര എലമെന്റ്സ് ആണ് മെയിൻലി. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വരും. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് സെഷൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ, കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കിയാലേ ഞാൻ പ്രോബ്ലത്തിലോട്ട് മീൻസ് വെൻ ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ സെറ്റ് ഓഫിന്റെയും ഈ ക്യാരി ഫോർവേഡിന്റെ ഷോർട്ട് നോട്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തേക്കാം. യു ഹാവ് ടു ടേക്ക് ഡൗൺ ദാറ്റ് നോട്ട്. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേര് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എഴുതാത്തവരുണ്ടെങ്കിൽ യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ ഫ്രം ദ notes I am sharing. അത് എഴുതിയെടുക്കുക. എങ്കിൽ I will be able to cover the problems in the next session. എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പോൾ ഉണ്ടെങ്കിൽ you can ask me.